ഒരു ആശാരിയുടെ കുട്ടിയാണെങ്കിൽ ആ ആശാരി പഠിപ്പിച്ചാൽ സ്കൂളിൽ പോയില്ലെങ്കിൽ ആ കുട്ടി ആശാരിയാവും. അത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്യണം? സയൻസ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പാരൻസോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ എന്താ പറഞ്ഞു കൊടുക്കുക? ഒന്നില്ലെങ്കിൽ നീ എഞ്ചിനീയറിങ്ങിന് പോകണം, അല്ലെങ്കിൽ എൻട്രൻസ് MBBS മെഡിസിൻ റിപ്പീറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നോർമലി എഞ്ചിനീയർ മെഡിസിൻ ഈ ഒരു ഫീൽഡിലേക്കാണ് നോർമലി ഒരു 80% ആളുകളും ചിന്തിക്കുക. നന്നായി പഠിക്കുന്ന കുട്ടികൾ, നല്ല സ്കില്ലുള്ള കുട്ടികൾ കൂടെ. കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികളോട് ചോദിച്ചാൽ പറയും ഒന്നില്ലെങ്കിൽ CAക്ക് വെക്കോ, അല്ലെങ്കിൽ ACCAക്ക് വെക്കോ. ഓക്കെ, അങ്ങനെ നോർമലി എല്ലാവരും പോകുന്ന ചില പാറ്റേൺ ഉണ്ട്. അത് ചിലപ്പോൾ BSc ഫിസിക്സ് ആവാം, ചിലപ്പോൾ BA സോഷ്യോളജി ആവാം, കെമിസ്ട്രി ആവാം, സുവോളജി ആവാം, ചിലപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആവാം, ചിലപ്പോൾ ലിറ്ററേച്ചർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ അതേ ടീച്ചറോട് വീണ്ടും ചോദിച്ചു, ടീച്ചറെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഉദാഹരണത്തിന് ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞു, അല്ലെങ്കിൽ BCom കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്ക് MCom പഠിക്കാമല്ലോ, BSc ഫിസിക്സ് നിങ്ങൾക്ക് MSc ഫിസിക്സ് പഠിക്കാമല്ലോ എന്നാ പറയാം. ഇനി ടീച്ചർ ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞു, ഇപ്പോഴും എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, 5 വർഷമായി ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും അതിന് നീ നെറ്റ് എഴുതിക്കോ, അപ്പോൾ നിനക്കൊരു ലെക്ചർ ആവാം എന്നെ പോലെ. ഇതാണ് നമ്മൾ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആ ടീച്ചർ പോയ വഴിയാണ് ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ടീച്ചർ പഠിപ്പിച്ച കുട്ടി ടീച്ചർ ആവുകയേ ഉള്ളൂ. ഒരു ആശാരിയുടെ കുട്ടിയാണെങ്കിൽ ആ ആശാരി പഠിപ്പിച്ചാൽ സ്കൂളിൽ പോയില്ലെങ്കിൽ ആ കുട്ടി ആശാരിയാവും.